പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളെ സാധാരണ വീഡിയോ പോലെയല്ല. ഇന്ന് കടയിൽ പോകാൻ നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു പിന്നെ അജുവിൻ്റെ സ്കൂളിൻ്റെ ഗ്രൂപ്പിലൊരു മെസ്സേജ് തന്നിട്ട് അവിടെ ഭക്ഷണ കിറ്റ് വിതരണം ഉണ്ട്, അപ്പോൾ കവറായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ മാസ്ക്, അവിടെ ഒപ്പിടാൻ പ്രത്യേകം പെന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സ്കൂൾക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്തോ ഒരു ഭക്ഷണ കിറ്റ് വിതരണം ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. ഏതായാലും നമുക്കൊന്ന് നേരിട്ട് അവിടെ സ്കൂളിൽ, ഇവിടെ തോട്ടശ്ശേരി MLP സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ബാനു ആദ്യ കവറും ആ പെണ്ണെടുത്താ, അതാ മാസ്ക് നിലത്ത് കൊടുക്കും. ആ പെണ്ണെവിടെ? അപ്പോൾ ഞങ്ങൾ പോവാണ്. പെണ്ണുണ്ട്, സഞ്ചിയുണ്ട്, പിന്നെ മാസ്കൊക്കെ ധരിച്ച് ഞങ്ങൾ പോവാണ്. തോട്ടശ്ശേരിയറ MLP സ്കൂളാണ് ഈ കാണുന്നത്. എന്നെ പോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികൾക്കുള്ള കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ കാണുന്നുണ്ട്. എന്നാലും വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. അധ്യാപകരുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ കിറ്റ് വാങ്ങാൻ വരേണ്ടത് എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പരമാവധി ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളതും സഹകരിക്കുന്നതും ഒക്കെ. കുറച്ച് ആളുകൾ അവിടെ വെയിറ്റിങ്ങിലാണ്. അവിടെ വന്നവരുടെ പേരും കുട്ടികളുടെ പേരും സാധനം കിറ്റ് വാങ്ങിയവരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട HM അബി മാസ്റ്റർ ഉണ്ട്, കൂടെ കൽസമി ടീച്ചറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഡെസ്ക് കാണാൻ പറ്റി. എൻ്റെ കുട്ടിക്കുള്ളത് ഈ ഡെസ്കിലല്ല എന്ന് പറഞ്ഞു. മറ്റൊരു സെൻറ്ററിൽ എൻ്റെ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ കൂടിയായിട്ടുള്ള സൈനുദ്ദീൻ മാസ്റ്ററാണ് ഉള്ളത്. സൈനുദ്ദീൻ മാസ്റ്റർ കുട്ടീൻ്റെ പേരും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുപോയവരുടെ നേരെ ടിക്കൊക്കെ ഇട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്ററിലായിട്ട് വന്നവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. വിതരണം ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ക്ലാസ് റൂമിലാണ്. അവിടെ കിറ്റുകളാക്കി സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സ്കൂളിൻ്റെ കരുത്തനായ PTA പ്രസിഡന്റ് PE രായി മുഹമ്മദാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ആ ക്ലാസ്സിൽ കിറ്റുകളെല്ലാം കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. അത് വരുന്നവർക്കൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് നമ്മളുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് രംഗത്തുണ്ട്. കിറ്റ് വന്നത് കാക്കാന്റെ കിറ്റ് വന്നത് നോക്കട്ടാ. കാക്കാക്കുള്ള കിറ്റ് അടിപൊളി അടിപൊളി. അപ്പൊ ഇതാ കിറ്റില് സമ്പൂർണ്ണ ഗോതമ്പ് പൊടി ആട്ട. ആട്ട ഉണ്ടത് 1/2 കിലോനാണ് തോന്നുന്നത് അല്ലേ? അല്ല 1 കിലോ ആട്ടപ്പൊടി. പറയാം അത് നോക്കാം, ഓരോന്ന് നോക്കാം. ഇതില് മഞ്ഞൾപ്പൊടി, ഞങ്ങൾ മഞ്ഞൾപ്പൊടി എന്ന് പറയും. പിന്നെ ഇത് മല്ലിപ്പൊടി, പിന്നെ ഇത് കടല അല്ലേ? കടല കണ്ണുണ്ടല്ലോ അല്ലേ? കടല. പിന്നെ പഞ്ചസാര, ഞങ്ങൾ പഞ്ചാര എന്ന് പറയട്ടോ. പഞ്ചസാര, പരിപ്പ്, പരിപ്പുണ്ട്. ചെറുപയറ്, അടിപൊളി. സപ്ലൈക്കോ അരി. ഇതെന്താ ചില്ലി പൗഡർ, മറ്റേ മുളക് പൊടി കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ, അതായത് 1 അരി, 2, 3, 4, 5, 6, 7, 8, 9, 10
10 ഐറ്റം സാധനങ്ങളാണ് ഭക്ഷണ കിറ്റിലുള്ളത്. കോവിഡ് മൂലം കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ തന്നെ 2019-20 തന്നെ ദിവസങ്ങൾ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പം ആ ലാസ്റ്റ് 2 മന്ത്സിലെ നോൺ മീൽ ഫണ്ട് ആണ് കുട്ടികൾക്ക് ഇങ്ങനെ കിറ്റായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വർഷം ചേർന്ന അഥവാ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലാസ് നടക്കാതിരിക്കുകയാണല്ലോ. അപ്പം ഈ സമയത്തെ കിറ്റ് പിന്നീട് നൽകുമെന്നാണ് സർക്കാരിൽ നിന്ന് അറിയിപ്പുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം 705 കുട്ടികളാണ് നമ്മുടെ സ്കൂളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഒരു പരിസ്ഥിതി അത് പാലിച്ചുകൊണ്ട് അഥവാ ലോക്ക്ഡൗൺ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ നൽകേണ്ടത് ഒരു നിർബന്ധ ബുദ്ധിയായതിനാൽ തന്നെ നമ്മൾ 2 ദിവസങ്ങളിലായി സമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രക്ഷിതാക്കൾക്കും പ്രത്യേക സമയം നിശ്ചയിക്കുകയും അവരോട് എല്ലാ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ വരാൻ പറയുകയും ചെയ്തു. ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ PTA-യുടെ നേതൃത്വത്തിൽ ആണ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ട ആ കിറ്റിൻ്റെ ഒരു ചെറു വിവരണമാണ് തോട്ടശ്ശേരിയറ AMLP സ്കൂളിലെ HM ബഹുമാനപ്പെട്ട നമ്മുടെ അബീബ് മാസ്റ്റർ നമുക്ക് വിവരിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും മുടങ്ങിപ്പോയിട്ടുള്ള ദിവസങ്ങളിലെ നോൺ ഫീഡിംഗ് ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹബീബ് മാസ്റ്റർ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇതിന് മുൻകൈ എടുത്ത ആ ഒരു സംവിധാനത്തിന് വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകം എന്താ പറയുക സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ ഈ ഒരു അവസരത്തിൽ സകലം യൂട്യൂബ് ചാനൽ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ കിറ്റാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മോൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കിട്ടിയതും കിട്ടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഏതായിരുന്നാലും ഇതുപോലെ ഓരോ കുട്ടികൾക്കും കിറ്റുകൾ എത്തിച്ചിട്ടുള്ള സർക്കാരിന് എല്ലാവിധ സന്തോഷവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.